ഗുഡ് മോർണിംഗ് എവരി വൺ. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഡിസ്ക്രീറ്റ് ഫുരിയർ ട്രാൻസ്ഫോം, അതായത് DFT, ആൻഡ് ഫാസ്റ്റ് ഫുരിയർ ട്രാൻസ്ഫോം, അതായത് FFT. അപ്പോൾ ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ഫുരിയർ ട്രാൻസ്ഫോം, അതേപോലെ ഫാസ്റ്റ് ഫുരിയർ ട്രാൻസ്ഫോമും അതിൻ്റെ അൽഗരിതവും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഫുരിയർ ട്രാൻസ്ഫോം കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ടൈം ഡൊമെയിനുള്ള ഒരു സിഗ്നലിനെ FFT അതിൻ്റെ ഫ്രീക്വൻസി കമ്പോണൻസ് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് ഓരോ ഫ്രീക്വൻസി കമ്പോണൻറ്റുകളെയും വേർതിരിച്ച് കാണുന്ന, റിസോൾവ് ചെയ്ത് കാണുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ഫുരിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ സിഗ്നലിന് അതിലുള്ള ഫ്രീക്വൻസി, ഹാർമോണിക് ഫ്രീക്വൻസി കമ്പോണൻസുകളെ വേർതിരിച്ചെടുത്ത് അവയെ നമ്മൾ ഓരോ ഫ്രീക്വൻസി, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെയാക്കി റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷന് പറയുന്ന പേരാണ് നമ്മുടെ ഫുരിയർ ട്രാൻസ്ഫോം. രണ്ടും ടോട്ടലി ഡിഫറെൻറ്റ് ഡൊമൈനാണ്. ഇവിടെ ഫ്രീക്വൻസി ഡൊമൈനാണ്, ഇവിടെയാണെങ്കിൽ ടൈം ഡൊമൈനാണ്. ഇങ്ങനെ ടൈം ഡൊമൈനിലുള്ള ഡാറ്റയെ ഫ്രീക്വൻസി ഡൊമൈനിലേക്കും, ഫ്രീക്വൻസി ഡൊമൈനിൽ വരുന്ന ഡാറ്റയെ ടൈം ഡൊമൈനിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ഫുരിയർ ട്രാൻസ്ഫോം. സോ നമുക്ക് ഡിസ്ക്രീറ്റ് ഫുരിയർ ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. സോ ഫുരിയർ ട്രാൻസ്ഫോം നമ്മൾ ഇൻ്റഗ്രൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ നോർമലൈസേഷൻ ഫാക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: h of omega is equal to minus infinity to infinity h of t e raised to I omega t dt. ഇവിടെ ഈ കേണൽ വരുന്ന ഭാഗത്ത് ഇവിടെ ഈ ചിലർ e raised to minus I omega t എന്നും എടുക്കാറുണ്ട്. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൽ അവിടെ നെഗറ്റീവായിട്ട് മാറും. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൽ പ്ലസ് ആയിട്ട് മാറും. So this is the transform, Fourier transform of h of t, Fourier transform of h of t. So capital H of omega is equal to minus infinity to plus infinity h of t e raised to I omega t dt, where omega is the which is equivalent to the angular frequency and is equal to 2 pi f. So by inverse transform, this h of t can be retrieved. This can be retrieved. That is, h of t is equal to minus infinity to infinity h of omega e raised to minus I omega t d omega. So this is the inverse transform as usual. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കിട്ടുന്നത്. സോ ഇവിടെ ഫ്രീക്വൻസി ഡൊമൈനുള്ള h of omega നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഡൊമൈനിലുള്ള h of t തിരിച്ച് ഇങ്ങോട്ട് തന്നെ എടുക്കാൻ കഴിയും. സോ the integration in this transform can be replaced with summation. We know that fact. Actually നമ്മൾ സമ്മേഷനെയാണ്, വെരി ലോ ലിമിറ്റിലുള്ള സമ്മേഷനെയാണല്ലോ നമ്മൾ ഇൻ്റഗ്രേഷനായിട്ട് മാറ്റുന്നത്. സോ റിവേഴ്സായിട്ട് നമ്മൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ന്യൂമറിക്കലി ഇതുപോലെ അതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് സമ്മേഷനായിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയും over the function h of t corresponding to properly sampled values of t. So നമുക്ക് consider n consecutive sampled values at constant separation delta. That is, നമുക്ക് tk is equal to delta ഇൻ്റർവെല്ലിൽ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ tk എന്ന് പറയുന്ന പർട്ടിക്കുലർ മൊമെൻറ്റിൽ, that is tk is equal to k into delta, k times delta, where k is equal to 0, 1, 2 up to n minus 1. So അങ്ങനെയാണെങ്കിൽ നമുക്ക് h ഇങ്ങനെ എഴുതാം: this h, this 1, this sampled value, this sampled ടൈം ഡൊമൈനിൽ നമ്മൾ എടുക്കുന്ന സിഗ്നൽ വാല്യൂ hk is equal to h of tk, where k is equal to 0, 1, 2 up to n minus 1. അപ്പോൾ നമ്മുടെ h of t എന്ന് പറയുന്ന ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ എങ്ങനെ
ഫ്രീക്വൻസി ഡൊമൈനുള്ള ക്യാപിറ്റൽ എച്ച് ഓഫ് ഒമേഗയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. ആദ്യം നമുക്ക് എഫ് എന്നിനെ ഡിഫൈൻ ചെയ്യാം. സ്മോൾ എഫ് എൻ, ദ ഫ്രീക്വൻസി എഫ് എൻ is equal to n by capital N delta, where we found that this delta is small time interval between the samplings. രണ്ട് സാമ്പിൾസിനിടയിലുള്ള വളരെ സ്മോളറായിട്ടുള്ള ഇൻ്റർവെല്ലാണ് നമ്മുടെ ഡെൽറ്റ. ആൻഡ് ക്യാപിറ്റൽ എൻ ഈസ് ദി ടോട്ടൽ ഇൻപുട്ട് നമ്പർ അല്ലെങ്കിൽ ടോട്ടൽ ഇൻപുട്ട് സാമ്പിൾസ്. സോ എൻ ഡെൽറ്റയെ ഓൾമോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ ടൈമായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മളെടുക്കുന്ന ടോട്ടൽ ടൈം ഫോർ ക്യാപ്ചറിങ് ദി എൻ ഇൻപുട്ട് സാമ്പിൾസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എൻ ഡെൽറ്റയെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ദെൻ this Fn is n by n delta, where this small n is nothing but small n is defined as n by 2 plus n by 2 minus n by 2 വരെയുള്ള n values ആണ്. n values ആണ് നമ്മൾ സ്മോൾ n എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫ് സ്മോൾ എഫ് എൻ എന്ന് പറയുന്നത് ഇത്രയും ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് ദീസ് വാല്യൂസ് എൻ ബൈ എൻ ഡെൽറ്റ വാല്യൂസ് ആയിരിക്കും വരിക. സോ ഈ സ്മോൾ എന്നിൻ്റെ എക്സ്ട്രീമം വാല്യൂസ്, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് എൻ ബൈ 2, ദ കറസ്പോണ്ട്സ് ടു ദി ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്സ് ഓഫ് this frequency called Nyquist frequency. This Nyquist frequency, the Nyquist frequency is actually the frequency, the minimum frequency of which rate we should sample the signal. We should sample the signal to know the complete details of the signal. That is the real meaning. The complete details of the signal, the complete essence of the signal നമുക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് സാമ്പിൾസിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിളിംഗ് റേറ്റിനെയാണ് നമ്മൾ നൈക്വിസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മിനിമം നൈക്വിസ്റ്റ് ഫ്രീക്വൻസി വേണം, നൈക്വിസ്റ്റ് ഫ്രീക്വൻസിയേക്കാളും കൂടുതലാവണം. ബട്ട് നൈക്വിസ്റ്റ് ഫ്രീക്വൻസിയിൽ കൂടുതലായി എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഒരു സാമ്പിൾസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ മാക്സിമം രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ട ആവശ്യമായിട്ടുള്ള ചുരുങ്ങിയ ഫ്രീക്വൻസിയാണ് നമ്മൾ നൈക്വിസ്റ്റ് ഫ്രീക്വൻസി. സോ ഈ നൈക്വിസ്റ്റ് ഫ്രീക്വൻസി ഈക്വലൻ്റാണ് നമ്മുടെ എഫ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ എക്സ്ട്രീമം വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ നൈക്വിസ്റ്റ് ഫ്രീക്വൻസിയുടെ ഉള്ളിലുള്ള വ്യത്യസ്ത ഫ്രീക്വൻസികളാണ് ഇവിടെ എഫ് എൻ ആയിട്ട് കിട്ടുന്നത് എന്നർത്ഥം. Okay, so if omega n is equal to this 2 pi fn, then നമ്മുടെ പഴയ എച്ച് ഓഫ് ഒമേഗ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റേസ് ടു വൈ ഒമേഗ ടി ഡി ടി. സോ നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നു, അപ്രോക്സിമേറ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നു. ദിസ് എച്ച് ഓഫ് ടി ഈസ് റീപ്ലേസ്ഡ് ബൈ എച്ച് കെ ഓഫ് ടി. കാരണം നമ്മൾ ഡിസ്ക്രീറ്റ് ഡെൽറ്റ ടൈം ഇൻ്റർവെല്ലിലാണ് നമ്മൾ സാമ്പിൾസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡി ടി എന്ന് പറയുന്ന ഇൻഫിനിറ്റിസിമലി സ്മോളർ ടൈമിലല്ല, ഡെൽറ്റ ടൈം ഇൻ്റർവെല്ലാണ് എച്ച് കെ ഓഫ് ടി എന്ന് എഴുതാം. എച്ച് കെ സ്മോളറായിട്ട് എച്ച് കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഇ റേസ് ടു ഐ ഒമേഗ എൻ, ദിസ് ടി കെ ഈസ് അഗെയിൻ റീപ്ലേസ്ഡ് ബൈ ദിസ് ടി ഈസ് റീപ്ലേസ്ഡ് ബൈ ടി കെ. സിൻസ് നമ്മൾ ടൈം എടുക്കുന്നത് അങ്ങനെയാണ്, 0 ദെൻ 0 പ്ലസ് എച്ച് ദെൻ 0 പ്ലസ് 2 എച്ച് നമ്മൾ നേരത്തെ അങ്ങനെ കണ്ടു കഴിഞ്ഞു. സോ 0 പ്ലസ് ഡെൽറ്റ, 0 പ്ലസ് 2 ഡെൽറ്റ, 0 പ്ലസ് 3 ഡെൽറ്റ, അങ്ങനെയാണ് ഓരോ ഡെൽറ്റ ഇൻ്റർവെൽ വെച്ചിട്ടാണ് നമ്മൾ ടൈമിൽ ഇൻക്രിമെൻറ്റ് വരുന്നത്. ദെൻ ഡി ടി ഈസ് റീപ്ലേസ്ഡ് ബൈ ദിസ് ഡെൽറ്റ. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഹോൾ സിഗ്നൽ ഈസ് സാമ്പിൾഡ് using this summation. Sigma k is equal to 0 to n minus 1 hk, that is h of t, e raised to I omega n tk into delta. Or this delta can be taken outside, so this summation can be written like this. Sigma k is equal to 0 to n minus 1 hk e raised to I omega n k into delta. This tk is replaced by this k into delta, where we know that this k is from 0 to n minus 1. Okay, so we can substitute this omega n delta, where omega n is 2 pi fn. So this
2 pi fn delta, this is equal to 2 pi n by n, 2 pi n by n, because we found that this fn is equal to the small n by capital N into delta in the last slide, so that this becomes 2 pi n by n, so that we can replace the h of omega like this: delta into sigma k is equal to 0 to n minus 1 hk e raised to 2 pi I, this omega is replaced 2 by fn, so this 2 pi I k into n by n. Okay, so in this expression, in this h of omega, this delta കഴിഞ്ഞു വരുന്ന part, this part is called the discrete Fourier transform of the endpoints hk. Discrete Fourier transform of the endpoints hk. Okay, so ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് ഫൂരിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ദെൻ എന്നിൻ്റെ വാല്യൂസ് നമ്മൾ ഓൾറെഡി സ്മോൾ എന്നിൻ്റെ വാല്യൂസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ അത്രയും ടോട്ടൽ ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ഫൂരിയർ ട്രാൻസ്ഫോംസ് നമുക്ക് കിട്ടും എന്നർത്ഥം. എച്ച് എൻ വാല്യൂസ് നമുക്ക് കിട്ടും എന്നർത്ഥം. സോ നമുക്ക് ഈ എച്ച് എൻ കിട്ടിക്കഴിഞ്ഞാൽ, ഡിസ്ക്രീറ്റ് ഫൂരിയർ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എച്ച് ഓഫ് എഫ് എൻ തിരിച്ച് ഈ ഡെൽറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആക്ച്വൽ എച്ച് ഓഫ് എഫ് എൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. Okay, so similarly, so this is the expression for the discrete Fourier transform. Very simple equation. So the inverse Fourier transform is similarly, the inverse Fourier transform is hk, the reverse one, that is 1 by n into sigma n is equal to n minus 1 hn raised to. So this is the converse of this one, very converse of this equation is this one. Okay, so here this delta is replaced by actually this 1 by delta, then this positive sign of this exponential becomes the negative sign. So this is the inverse Fourier transform of this എച്ച് എൻ, ക്യാപിറ്റൽ എച്ച് എൻ. ഓക്കെ, സോ നമുക്കിവിടെ നോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ഫുരിയർ ട്രാൻസ്ഫോം ഒരു എച്ച് എൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ക്യാപിറ്റൽ എച്ച് എൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, വി നീഡ് ഫോർ എൻ സാമ്പിൾഡ് പോയിൻറ്റ്സ് എൻ ഇൻറ്റു എൻ കമ്പ്യൂട്ടേഷൻസ്, കാരണം ഒരു സ്മോൾ എച്ച് എന്നിന് നമുക്ക് എൻ കമ്പ്യൂട്ടേഷൻസ് ചെയ്യണം, എൻ ടൈംസ് നമ്മളവിടെ സമ്മേഷൻ ചെയ്യണം. എൻ ടൈം ഈ ടേമിന് സം ചെയ്യണമല്ലോ, കെ ഇസ് ഈക്വൽ ടു 0 to n മൈനസ് എന്ന് പറയുമ്പോൾ എൻ ടൈംസ് ചെയ്യണം. അങ്ങനെയുള്ള എൻ എച്ച് എൻ വാല്യൂസ്, ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് എച്ച് എൻ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ദെയർ ഫോർ വി നീഡ് എൻ ഇൻറ്റു എൻ കമ്പ്യൂട്ടേഷൻസ്, ദാറ്റ് ഈസ് എൻ സ്ക്വയർ കമ്പ്യൂട്ടേഷൻസ്. ഓക്കെ, സോ നമുക്കിവിടെ എൻ സ്ക്വയർ കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ വലിയ നമ്പേഴ്സാണ്. ഫോർ എക്സാമ്പിൾ 1000 ആണെങ്കിൽ തന്നെ എൻ ഇൻറ്റു n, 1000 into 1000 മീൻസ് 1,000,000 കമ്പ്യൂട്ടേഷൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പോയിൻറ്റ്സിൻ്റെ സാമ്പിൾസിൻ്റെ എണ്ണം 1000 എന്നൊക്കെ പറയുമ്പോൾ സാമ്പിൾസിൻ്റെ എണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. സോ സാമ്പിൾസിൻ്റെ എണ്ണം കൂടുന്തോറും വളരെ ബിഗ്ഗർ കമ്പ്യൂട്ടേഷൻസ് ആവശ്യമായിട്ട് വരും. സോ നമുക്ക് വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത്രയും ഡേയ്സും ഇയേഴ്സൊക്കെ ആ കമ്പ്യൂട്ടേഷൻസിന് ആവശ്യമായിട്ട് വരും. സോ നമുക്കത് റെഡ്യൂസ് ചെയ്യണം, ഈ ടൈം റെഡ്യൂസ് ചെയ്ത് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫുരിയർ ട്രാൻസ്ഫോം നടത്താൻ പറ്റണം. സോ അതിനു വേണ്ടി ഉള്ള അൽഗോരിതമാണ് നമ്മൾ ഫാസ്റ്റ് ഫുരിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ n log n ഓർഡറിലേക്ക്, അതിൻ്റെ ലോഗറിതമിക് ഓർഡറിലേക്ക് നമുക്കതിനെ ഡിക്രീസ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രോഗ്രാം നോക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രീറ്റ് ഫുരിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോഗ്രാം വെരി സിമ്പിൾ, ബിക്കോസ് നമ്മുടെ ഇക്വേഷൻസിൽ ഉള്ളിൽ വരുന്ന ഭാഗം, നമ്മുടെ സമ്മേഷൻ്റെ ഭാഗം, ഒരു എച്ച് എൻ കണ്ടുപിടിക്കാനുള്ളതാണ് ഈ എഴുതിയിട്ടുള്ള ഭാഗം. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ എത്ര സാമ്പിൾസ് എത്ര ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഒമേഗ ഡിഫൈൻ ചെയ്യുന്നു 2π/n. ദെൻ നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ട നമ്മുടെ
എച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞ് നമ്മളൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ ലെങ്ത്തുള്ളൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഫോർ ലൂപ്പ് ഓരോ എച്ച് എൻ വാല്യൂസ്, ഓരോ ക്യാപിറ്റൽ എച്ച് എൻ വാല്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഫോർ ലൂപ്പാണ്. ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇന്നർ ഫോർ ലൂപ്പിലാണ് നമ്മൾ ഓരോ എച്ച് എൻ വാല്യൂവും സമ്മേഷൻ ഉപയോഗിച്ച് കാണുന്നത്. സോ ഇതാണ് നമ്മൾ സമ്മേഷൻ ടേംസിനെ കാണിക്കുന്നതാണ്. സമ്മേഷൻ എച്ച് കെ ഇ റേസ് ടു ഒമേഗ നമ്മൾ എഴുതിയല്ലോ, ആ ഇക്വേഷൻ എഴുതിയല്ലോ, ആ ഇക്വേഷനാണ് ഇവിടെ കാണിക്കുന്നത്. സമ്മേഷൻ ഇങ്ങനെ ഓരോ സമ്മേഷൻ ഇവിടെ ചെയ്യുന്നു. അങ്ങനെ ഓരോ എച്ച് എൻ ഈ ഒറ്റ ലൂപ്പിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള ഓരോ എച്ച് എന്നുകളെയും നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തു വരുന്ന ഇതിലേക്ക് അപ്പൻഡ് ചെയ്യുന്നു, ഈ ക്യാപിറ്റൽ എച്ചിലേക്ക് അപ്പൻഡ് ചെയ്യുന്നു. അങ്ങനെ അവസാനം ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമുക്ക് ടോട്ടൽ എച്ച് എന്നിൻ്റെ ഒരു ലിസ്റ്റായിരിക്കും കിട്ടുന്നത്. എത്രയാണോ നമ്മൾ നമ്പർ ഓഫ് സാമ്പിൾസ് കൊടുത്തത് അത്രയും ലെങ്ത്തുള്ള ഒരു ലിസ്റ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബട്ട് അതിലെ ഓരോ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫുരിയർ ട്രാൻസ്ഫോം വാല്യൂസ് ആയിരിക്കും എന്ന് മാത്രം. ഇതിനൊരു ഫംഗ്ഷനാക്കി ഡിഫൈൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുന്നു. എച്ച് കെ ഓഫ് എച്ച് കെ എന്ന് പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് DFT എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് 0.1, 5, 6, 8, 9, 100 ഇങ്ങനെ 6 വാല്യൂസ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത് ടൈം ഡൊമൈനിലുള്ള ഡാറ്റയാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡൊമൈനിലുള്ള അതിൻ്റെ ഫുരിയർ ട്രാൻസ്ഫോം കിട്ടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് കോംപ്ലക്സ് വാല്യൂസാണ് പലതും. ഇത് ഒന്നാമത്തതിൻ്റെ ഫുരിയർ ട്രാൻസ്ഫോം, സെക്കൻഡ് ഫുരിയർ, ഒന്നാമത്തേതിൻ്റേതെന്ന് പറയാൻ പറ്റും. ഇതൊക്കെയാണ് ഫുരിയർ ട്രാൻസ്ഫോംസ് ആയിട്ട് കിട്ടുന്നത്. 1, 2, 3, 4, 5, 6 അങ്ങനെ 6 നമ്പർ ഓഫ് ക്യാപിറ്റൽ എച്ച് എൻ വാല്യൂസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് എന്താണ് ഫാസ്റ്റ് ഫുരിയർ ട്രാൻസ്ഫോം എന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മളവിടെ കാൽക്കുലേഷൻസ് എൻ സ്ക്വയർ കാൽക്കുലേഷൻസ് എൻ സാമ്പിൾസ് ഉണ്ടെങ്കിൽ എൻ സ്ക്വയർ കാൽക്കുലേഷൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ എൻ സ്ക്വയർ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിഗ്ഗർ കാൽക്കുലേഷൻ, വളരെ വലിയ ടൈം എടുക്കുന്ന കാൽക്കുലേഷൻസ് ആണ്. സോ അതുകൊണ്ടാണ് അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെ മുമ്പേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൻ്റെ എമർജൻസിയോട് കൂടിയാണ് നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാനൊക്കെ പറ്റും. സോ അതോടുകൂടിയാണ് അൽഗോരിതം ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായത്. സോ അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു അൽഗോരിതം നമ്മുടെ 2 key and കൂളി അൽഗോരിതം. അതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൽ ഒരു നമ്മുടെ 1950-60 കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു അൽഗോരിതമാണ് 2 key and കൂളി അൽഗോരിതം. സോ അത് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ എൻ സാമ്പിൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എൻ സ്ക്വയർ കമ്പ്യൂട്ടേഷൻസ് വേണമെന്ന് പറഞ്ഞല്ലോ. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ സാമ്പിൾസിനെ പകുതിയായിട്ട് 2 ഈക്വലൻ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ n/2 സാമ്പിൾ n/2 സാമ്പിൾ. സോ അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിനും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കമ്പ്യൂട്ടേഷൻസ് n/2 ഹോൾ സ്ക്വയർ. സെക്കൻഡ് പാർട്ടിന് ആവശ്യമായിട്ട് വരുന്ന നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് വിൽ ബി അഗെയിൻ n/2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് n²/4 ആയിരിക്കും വരിക. സോ n²/4 പ്ലസ് n²/4 എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഷൻസ് എത്രയായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു? n²/2 ആയിട്ട് മാറുന്നു. സോ ജസ്റ്റ് പകുതിയാക്കി സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത് വഴി നമുക്ക് കമ്പ്യൂട്ടേഷൻ പകുതിയാക്കി കുറക്കാൻ പറ്റുന്നു. ഇപ്പോൾ 1 മില്യൺ ആണെങ്കിൽ അതിൻ്റെ പകുതി 5 lakhs. സോ 5 lakh നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ജസ്റ്റ് 5 lakh റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ 1 കോടിയാണെങ്കിൽ 1/2 കോടി കമ്പ്യൂട്ടേഷൻസ് നമുക്ക് കുറക്കാൻ കഴിയുന്നർത്ഥം. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, 1/1, 1/2 വീണ്ടും പകുതി റെഡ്യൂസ് ചെയ്ത് അവസാനം ഒരു സിംഗിൾ സാമ്പിൾസ് ആകുന്നത് വരെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കമ്പ്യൂട്ടേഷൻസിൻ്റെ തന്നെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ആളുകളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡൻറ്റിക്കൽ ഓപ്പറേഷൻ നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്ത് എടുത്ത് വെക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. സോ ഇത്തരത്തിലുള്ള ഒരു അൽഗോരിതമാണ് നമ്മുടെ ഫാസ്റ്റ് ഫുരിയർ ട്രാൻസ്ഫോം അൽഗോരിതം. നമ്മളതിൻ്റെ പ്രോഗ്രാംസ് പഠിക്കുന്നില്ല. സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മൾ ഹാഫ് ഡിവൈഡ് ചെയ്തു. വീണ്ടും ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായിട്ട് വരുന്ന കാൽക്കുലേഷൻ വിൽ ബി n/4 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് n²/16 വരും. അത്തരത്തിലുള്ള 4 സെറ്റ് ഉണ്ടാകും. സോ 4 ×
n square by 16, that is n square by 4 computations. അപ്പോൾ 4 റെഡ്യൂസ് ചെയ്തു. അങ്ങനെ ഓരോ ഹാഫ് ഡിവൈഡ് ചെയ്യുന്നതോറും ഓരോ 1/2 1/2 1/2 ആയിട്ട് that is n square by 2 square ആയിട്ട് മാറുന്നു. ഇൻ ജനറൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇഫ് n is equal to 2 raised to p, നമ്മളതിനെ m is equal to 2 raised to q ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ 2 എന്ന് പറഞ്ഞു, പിന്നെ 4 എന്ന് പറഞ്ഞു, സോ 2 raised to 1 2 raised to 2 അങ്ങനെ 2 raised to q പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ the number of computations becomes n square by 2 raised to m. n square by 2 raised to m, that is 2 raised to m എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു m is equal to 2 raised to q ആണ്. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ ദിസ് m ഈസ് റീപ്ലേസ്ഡ് ബൈ ദിസ് 2 raised to q, സോ 2 raised to 2p മൈനസ്, because n is equal to 2 raised to p, so 2 raised to 2p minus q. ഇങ്ങനെ നമുക്ക് സിമ്പിളറായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. സോ ഈ സ്റ്റാൻഡേർഡ് 2 കീ അൽഗരിതം എന്ന് പറയുന്ന അൽഗരിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്യൂലി 2 കീ അൽഗരിതം പറഞ്ഞു, അതിൽ തന്നെയുള്ള ഒരു അൽഗരിതമാണ് സ്റ്റാൻഡേർഡ് 2 കീ അൽഗരിതം ഫോർ FFT. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അൽഗരിതമാണ്. സ്റ്റാൻഡേർഡ് 2 കീ അൽഗരിതത്തിൽ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഈ അൽഗരിതത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഈ സ്പ്ലിറ്റിംഗ് നടത്തുന്നത് എന്ന് നോക്കാം. എന്ത് ബേസിസിലാണ് സ്പ്ലിറ്റിംഗ് നടത്തുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ദിസ് FK, എച്ചിന് പകരം ഇവിടെ എഫ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ FK ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് സിഗ്മ n is equal to n minus 1 small fn w nk, where this wn then k is nothing but 2 pi I by n. So this is the Fourier transform. നേരത്തെ കണ്ട സെയിം Fourier ട്രാൻസ്ഫോം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡെക്സിനെ, ഈ സ്മോൾ n ഇൻഡെക്സിനെ നമുക്ക് ഓഡ് ഇൻഡെക്സ് വരുന്നതും അതേപോലെ ഈവൺ ഇൻഡെക്സ് വരുന്നതുമായിട്ടുള്ള ടേമുകൾ, സമ്മേഷനിൽ വരുന്ന ടേമുകളെ 2 ആയിട്ട് വേർതിരിച്ച് എഴുതാം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ n is equal to 0 to, സോ അപ്പോൾ പകുതിയേ ഉണ്ടാവുള്ളൂ അല്ലേ. സോ മീൻസ് n 0 to n minus 1/2 minus 1 മീൻസ് ടോട്ടൽ n ആണുള്ളത്, അത് 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു n ആയിരിക്കും, ക്യാപിറ്റൽ n ആയിരിക്കും വരിക. സോ അതിൻ്റെ പകുതി n/2 ആണ് വേണ്ടത്. സോ n/2 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 0 to n/2 minus 1 വരെ, സമ്മേഷൻ 0 to n/2 minus 1. സോ ഈവൺ ടേം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം F2n. സോ ഫസ്റ്റ് n is equal to 0 ആകുമ്പോൾ ഇവിടെ ഈ ടേം ഇവിടെ 0 എന്നായിരിക്കും, n is equal to 1 ആകുമ്പോൾ ഈ ടേം 2 എന്നായിരിക്കും, അങ്ങനെ. സോ F2n W2nk പ്ലസ് W2nk മീൻസ് ഇവിടെയുള്ള എന്നിന് പകരമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2n എഴുതുന്നു. അതേപോലെ ഇവിടെ ഓഡ് ടേംസിന് എഴുതുന്നു. ഓഡ് ടേംസ് എഴുതുന്ന സമയത്ത് n is equal to 0 n/2 minus 1. ഇപ്പോൾ ഇവിടെ n is equal to 0 ആകുമ്പോൾ ഈ ടേം 1 ആയിരിക്കും, 2n plus 1 ആണല്ലോ. ഇവിടെയും അതേപോലെ 1 ആയിരിക്കും. n is equal to 1 ആകുമ്പോൾ ഈ ടേം 2n plus 1 3 ആയിരിക്കും, ഇവിടെയും 2n plus 1 3 ആയിരിക്കും. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ടേമുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നു. ഇവിടെ ഈവൺ ഇൻഡിസസും ഇവിടെയാണെങ്കിൽ ഓഡ് ഇൻഡിസസും വരുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ അതിനൊന്നും കൂടെ വീണ്ടും കമ്പൈൻ ചെയ്ത് മറ്റൊരു രീതിയിൽ എഴുതാൻ നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിനെ. ഇവിടെ നോക്കൂ, ഇത് F2n W2nk, ഇത് F2n plus 1 W2n plus 1k. ഇപ്പോൾ W2nk ഇവിടെ കോമൺ ആണല്ലോ. ഓക്കെ, സോ ഈ W2nk നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ പുറത്തെടുക്കാം. സോ W2nk ഇൻറ്റു F2n പ്ലസ് ഇവിടെ F2n plus 1 ദെൻ WK എന്ന് വരും, W1 ഇൻറ്റു k, ദാറ്റ് ഈസ് WK. ഓക്കെ, സോ സിംപ്ലറായിട്ട് ഒന്നും കൂടെ സിംപ്ലറായിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഡിഫറെൻറ്റ് ഓരോന്നിനെയും ഒരു ഈവൺ ഡിസ്ക്രീറ്റ് ഫുരിയർ ട്രാൻസ്ഫോം, ഇതിന് ഓഡ് ഫുരിയർ ട്രാൻസ്ഫോം, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ എഴുതാം. FK E1 പ്ലസ് FK ഓഡ്, WK ഇൻറ്റു FK ഓഡ്, WK ഇൻറ്റു FK E1, ഇങ്ങനെ 2 ആക്കിയിട്ട് നമുക്കിതിനെ സിമിലറായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് FK E1 is equal to സിഗ്മ n is equal to n/2 minus 1 W2nk F2n. FK 0 ആണെങ്കിൽ നോക്കൂ, n is equal to 0 to n/2 minus 1 W2nk 2n plus 1.
ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ സാൻഡേ ടു കീ അൽഗോരിതം വരുന്നത്. ഈ സാൻഡേ ടു കീ അൽഗോരിതം നമ്മൾ ശരിക്കും കൃത്യമായിട്ട് പഠിച്ചേക്കാം. അപ്പോൾ കൂലി ടു കീ അൽഗോരിതത്തിൽ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ടു കീ ഡെവലപ്പ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാറ്റജി. സിംപ്ലറായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. സോ ഇങ്ങനെ നമുക്ക് E1 ഓട് വീണ്ടും എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ FK ഇവിടെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. വീണ്ടും ഇവിടെ K = 0 to n/2 - 1 ആണല്ലോ. അപ്പോൾ അത് വീണ്ടും 0, 1, 2, 3 അങ്ങനെയാണല്ലോ പോകുന്നത്. സോ അതിൽ വീണ്ടും ഓട് E1 അങ്ങനെ താഴേക്ക് അങ്ങനെ പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്.